BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നേതൃത്വത്തിന്റെ ഇത്തരം രാഷ്ട്രീയ ശൈലിയിൽ പ്രതിഷേധിച്ച കോവളം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാവും കാഞ്ഞിരംകുളം ബ്ലോക്ക് ഭാരവാഹിയുമായ സ്റ്റാലിൻ ഹെഡ്ഗർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. താനും കുടുംബവും സഹപ്രവർത്തകരും ഇനി മുതൽ CPIM-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിലെ ഉന്നത നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി നടത്തുന്ന അധികാരമോഹവും ഗ്രൂപ്പ് കളിയുമാണ് തന്നെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചതെന്ന് സ്റ്റാലിൻ ഹെഡ്ഗർ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ മറന്ന മുഖ്യമന്ത്രി കസേരയ്ക്കായി നേതാക്കൾ പരസ്പരം പോരുപിടിക്കുകയാണെന്നും നേതാക്കളുടെ രാഷ്ട്രീയ കോമാളിത്തം പ്രവർത്തകർക്ക് അംഗീകരിക്കാനാവില്ലെന്നും സ്റ്റാലിൻ ഹെഡ്ഗർ കൂട്ടിച്ചേർത്തു. ഇനി മുതൽ താനും തന്റെ കുടുംബവും സഹപ്രവർത്തകരും CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും സ്റ്റാലിൻ ഹെഡ്ഗർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഗ്രൂപ്പ് പോരിനെ വിമർശിച്ച മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശമുണ്ടായിട്ടും KPCC അധ്യക്ഷൻ അച്ചടക്കവാൾ ഓങ്ങിയിട്ടും മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. അനാവശ്യ ചർച്ചകൾ തുടർന്നാൽ നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്ന AICC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ വിലക്കിയത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് രാഹുലിന്റെ നിലപാട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് നേതാക്കളെ അറിയിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. എന്നാൽ ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചിട്ടും അണികൾക്കിടയിലും പ്രമുഖ നേതാക്കൾക്കിടയിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര് പല നേതാക്കൾക്കും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്ന് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച ഹൈബി ഈഡൻ രംഗത്ത് എത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് KPCC പ്രസിഡന്റ് നൽകിയ കത്തിൽ ഹൈബി വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള സൈബർ പോർ കടുക്കുന്നതിനിടെയാണ് KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്ന് ഒഴിയാനുള്ള ഹൈബിയുടെ തീരുമാനം. ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഭാരവാഹികളും ചേരിതിരിഞ്ഞ സൈബർ പോരിന്റെ ഭാഗമായിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയിലും നിലവിലെ വിവാദങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാണ് ഹൈബി ഈഡൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഹൈബിയുടെ കത്തിൽ KPCC ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഹൈബി ഈഡന് ഡിജിറ്റൽ മീഡിയ സെൽ ചുമതല നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ ചില നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പരസ്യ പ്രസ്താവന KPCC നേതൃത്വം വിലക്കിയിട്ടും നേതാക്കൾക്കിടയിൽ കോൺഗ്രസിൽ ഫ്ലക്സ് പോര് തുടരുകയാണ്. VD സതീഷിനെ അനുകൂലിച്ച് കോഴിക്കോട് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ, സെലക്ടറും പരിശീലകനും വാങ്ങുന്ന എതിർപ്പിനിടയാക്കും നിലപാടുകളുടെ രാജകുമാരൻ, മതേതര കേരളത്തിന്റെ വാഗ്ദാനം VD സതീശൻ എന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഫ്ലക്സ്. കോഴിക്കോട് DCC ഓഫീസിന് സമീപത്താണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്തും ഫ്ലക്സ് ബോർഡ് ഉയർന്നിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.